ഇങ്ങോട്ട് വാ. ഞാൻ വരുവല്ലേ, നീ വെപ്രാളപ്പെടല്ലേ. എടി, നിന്റെ അനിയത്തിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിനല്ലേ നമ്മള് പോകുന്നത്? ആണോ? നമ്മൾ ഇന്നലെ പോകേണ്ടതാണോ? ഇന്നലെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും കൂടെ ചുരുണ്ട് കൂടി കിടക്കാൻ സ്ഥലം ഉണ്ടോ എന്റെ വീട്ടില്? അതാ ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞത്, ഒരു റൂം ഇറക്കുന്നത് കേട്ടോ. റൂം ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അട്ടിപ്പേറ് കിടക്കും. അതെന്റെ അച്ഛന് നല്ലോണം അറിയാം. അതുകൊണ്ട് അച്ഛൻ റൂം എടുക്കാത്തത്. പിടിച്ച എന്തോ ഞാൻ പിടിച്ചോളാം. എങ്ങനെങ്കിലും പെട്ടെന്ന് ഈ വണ്ടി വന്നില്ലെങ്കിൽ നമുക്ക് ആട്ടോ എങ്കിലും പിടിച്ച് പോയേ പറ്റത്തുള്ളൂ കേട്ടോ. മുഹൂർത്തം എപ്പോഴാ? 8:30ക്കും 9:00ക്കും ഇടയിൽ. 8:30ക്കും 9:00ക്കും 1 മണിക്കൂർ. ഇത് നൂലുകെട്ടല്ലേ? വലിയ വടം വല്ലതും വെച്ച് കെട്ടുക. എന്റെ പൊന്നു ചേട്ടാ, അങ്ങനെ പറയല്ലേ. കൊച്ചുങ്ങളാണ്. ഒന്നാമത് എന്റെ തറവാട് എന്ന് പറഞ്ഞ പേര് കേട്ട തറവാടാ. ഒരുപാട് ചടങ്ങുകളുണ്ട്. കൈതോല പായ വിരിക്കണം, പായയിൽ ഒരു പറ നെല്ല് പൊലിക്കണം, പിന്നെ അമ്മാവന്മാർ ആടി ആടി വരണം. നിന്റെ തറവാടിന്റെ കഥ അത് പാട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ടടി. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച്. വെറുതെ അല്ല, എന്റെ തറവാട് അങ്ങനെ എന്താണെങ്കിലും പിന്നെ നാട്ടിലങ്ങ് പാട്ടാവും. അതെ, നിന്റെ തറവാടിന്റെ കുറെ കഥകൾ നാട്ടിൽ പാട്ടായിട്ടുണ്ട്. ഞാനതൊന്നും ചെവി കൊടുക്കാൻ പോയിട്ടില്ല. എന്താണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുറെ കഥകൾ എനിക്കും അറിയാം. ഓക്കെ, സെയിം പിച്ച്. അപ്പൊ പിന്നെ 0-0 വെട്ടി അങ്ങ് പോകുമല്ലോ. അതെ, വണ്ടിയും വരുന്നില്ല. അല്ല ചേട്ടാ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒന്നാമത് വലിയൊരു ചടങ്ങ് നടക്കുക. എന്റെ വല്യച്ഛനും ചെറിയച്ഛനും ഒക്കെ ഉണ്ടാവും. ദയവീത് നിങ്ങൾ മദ്യപിക്കരുത്. എന്റെ മോളെ, ഞാൻ എന്റെ 4ാമത്തെ പെൺകുഞ്ഞിന്റെ തലയെ തൊട്ടാണോ ഒരു തുള്ളി വെള്ളം കുടിക്കത്തില്ലെന്ന് സത്യം ചെയ്തത്? ആണോ? അപ്പൊ നിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കത്തില്ല. പച്ചവെള്ളം? നിങ്ങൾ പച്ചവെള്ളം ജ്യൂസൊക്കെ കുടിച്ചോ? ഞാൻ അതല്ല പറഞ്ഞേ. നിങ്ങൾ ഇനി മദ്യപിക്കരുത്. ഇല്ല, കുഞ്ഞിനെ തൊട്ട് തരാം. ഇനി 4ാമത്തെ കുഞ്ഞായി, എനിക്ക് വയ്യ ഇനി. എടി, നമ്മളിപ്പോ ഒരു ആൺകുഞ്ഞ് കിട്ടാൻ വേണ്ടിയല്ലേ ഇത്ര പാടുപെട്ടത്. എന്നിട്ട് ആൺകുഞ്ഞെ കിട്ടിയില്ലല്ലോ, 4 പെണ്ണായില്ലേ. നീ ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മുടെ ബഷീർക്ക, എന്റെ കൂടെ പണിക്ക് വരുന്ന ബഷീർക്ക ഇല്ലേ? ബഷീർക്കയ്ക്ക് 5 കുട്ടികളാ. പിന്നെ നമ്മുടെ കണ്ട്രാക്ക് ബാവുണ്ണൻ 7 കുട്ടികള്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടിട്ടാണോ അതോ നിങ്ങളുടെ കൂട്ടുകാരോടുള്ള വാശി തീർക്കുകയാണോ? അല്ല, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഈ കുഞ്ഞുങ്ങൾ എന്തൊക്കെ പറഞ്ഞ ദൈവം തരുന്നില്ലേടി? ദൈവത്തിന് തന്നാ മതി. നമ്മൾ വേണം അതിന് അന്നം കൊടുത്ത് പുലർത്താനായിട്ട്. വാകേറിയ ദൈവം അന്നവും തരും. ഏത് ദൈവാ വാ വലിച്ചു കീറിയിട്ട് അന്നം തന്നിട്ടുള്ളത്? ഏത് ദൈവാ തന്നിട്ടുള്ളത്? എങ്ങോട്ട് വന്നേ, ഒരു കാര്യം ഞാൻ പറയട്ടെ. അതുകൊണ്ടൊക്കെ 4 പെങ്കൊച്ചുങ്ങളാ. ദയവ് ചെയ്ത് നിങ്ങൾ പണിക്ക് പോണം. എന്ത് വർത്താനം അടി സുശീല നീ പറഞ്ഞത്? പണിക്ക് പോണം. അല്ല ഞാൻ അർത്ഥത്തിൽ പറഞ്ഞു. നീ ഈ പറയുന്ന ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ആൾക്കാരെന്താ ധരിക്കുന്നത്? ഞാൻ പണിക്ക് പോകാത്തവനാണെന്ന് വിചാരിക്കുവോ? പണിക്ക് പോകാത്തവനാണെന്ന് വിചാരിക്കുവോ? എന്റെ താലോലം ചേട്ടാ, ഞാൻ പണിക്ക് പോകുന്നുണ്ടോ? പണിക്ക് പോകുന്നുണ്ട്. എന്റെ ശ്രീകല ചേച്ചി ഇങ്ങനെ പണിക്ക് പോകുന്നുണ്ട്. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു വരും, പണിയില്ലെന്നും പറഞ്ഞു. കണ്ടാ, എന്റെ ആങ്ങളെ വിളിച്ചു നോക്കും, എടി അവൻ പണിക്ക് പോയോ? ഞാൻ പറയും പണിക്ക് പോകുന്നുണ്ട്. ഇല്ലാന്ന് പറഞ്ഞ 5 മിനിറ്റിനുള്ളിൽ വരും. എനിക്ക് പറയാൻ പറ്റുമോ? ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? ചേച്ചി ഒരു കാര്യം ആലോചിക്കണം. 4 മക്കളായി, ഒരു ബുദ്ധിമുട്ട് ഞാൻ അറിയിച്ചിട്ടില്ല. സുശീലേ, നീ എന്താ ഈ പറയാൻ? അതിന്റെ വാക്ക് മാറുമ്പോ അർത്ഥം മാറിപ്പോവും. അല്ല, ഞാൻ ഈ കൊച്ചിനെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ടാ ഞാൻ ഉദ്ദേശിച്ചേ. അത് അങ്ങനെ പറയണം, ലെജിബിൾ ആവണം. അയ്യോ, അതൊരു ഫ്ലോയില് പോയതാ. നീ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ. പക്ഷെ നീ ഓർക്കണം, നീ ഫ്ലോറിൽ നിന്നാ പറയുന്ന ആ ധാരണ വേണം. ശരിയാ. അറിയാമോ എന്റെ ദുഃഖം? ഞാനിതൊക്കെ ആരോട് പറയുന്നത്? ഒതുക്കുക ഞാൻ എന്റെ ദുഃഖം, ഞാൻ ഉള്ളിലങ്ങ് ഒതുക്കി ഈ വിധമായി. ഒതുക്കാത്ത എന്നെ ഈ ഷർട്ടിന്റെ പിടിച്ചേ ഉള്ളു. അല്ല, അതൊക്കെ പോട്ടെ. നമ്മുടെ അനിയത്തിയുടെ കൊച്ചിന് എന്തുവാ കൊടുക്കുന്നേ? അനിയത്തിയുടെ കൊച്ചു എത്ര ദിവസമായി? 28 ദിവസമായി. അപ്പൊ കുറുക്കല്ലാതെ വേറെ വല്ലതും കൊടുക്കാൻ പറ്റുമോ? ഞാൻ അതല്ല ചോദിച്ചേ. നമ്മുടെ കൊച്ചിന് അവളൊരു വളയിട്ട് തന്നാർന്നോ? അതുപോലെ നമുക്ക് ഒരെണ്ണം അങ്ങോട്ടും കൊടുക്കണ്ടേ? അവര് വളയല്ലേ തന്നെ, നമ്മൾ തവളെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? തവളെ കൊടുക്കാനോ? നമ്മൾ അതേ വള കൊടുത്തിട്ട് കാര്യമുണ്ടോ? അത് മോശമല്ലേ? ഇല്ല. അപ്പൊ എന്തുവാണ്, ഞാൻ അതിന് പകരം വേറൊരു സാധനം വാങ്ങിച്ചു. എന്താ വാങ്ങിച്ചു? ഒരു മൂക്കുത്തി. മൂക്കുത്തിയാ? എന്റെ പൊന്നു ദൈവങ്ങളെ, 28 ദിവസത്തെ കൊച്ചിന് കൊടുത്തേക്ക മൂക്കുത്തി. അതെന്തോ ചെയ്യാനാ മൂക്കുത്തി ഇട്ടോണ്ട്? എടി, അവരന്ന് തന്ന വളയുടെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൂക്കുത്തി മേടിക്കാനുള്ള പൈസ പോലും ഇല്ല. അതാ ഇപ്പോഴത്തെ വില. എന്തൊക്കെ മനസ്സിലാവുന്നില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ എടി, ഇപ്പൊ നോക്കേ, ഓരോരുത്തർ കൊണ്ടുവന്ന് വളയിടുന്നു, അരിഞ്ഞാണം കെട്ടുന്നു, മോതിരം ഇടുന്നു. പക്ഷെ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ഇതിനിടാൻ പറ്റുമോ? ഇല്ല, ഇടാൻ പറ്റത്തില്ല. പക്ഷെ വളർന്നു വരുമ്പോ മൂക്കുത്തി ഇടാ. അപ്പൊ ആ കൊച്ചെടുത്തിരുമ്പോ അയ്യോ വല്യച്ഛൻ മൂക്കുത്തി കൊണ്ടുവന്നല്ലോ, അതിന് ബോധം ഉണ്ടാവും. നമ്മൾ കൊടുത്താൽ അതിനെ അറിയുകയും ചെയ്യാം.
അതാ ദീർഘവീക്ഷണം വേണം. ഇത് അതൊന്നല്ല, നിങ്ങൾ എന്റെ വളയും കൊണ്ട് പണയം വെച്ച് നിങ്ങൾ കുടിച്ച്, അതാണ് സത്യം. അതിന്റെ ഞാൻ ഒരു കാര്യം നോക്കട്ടെ, ഈ ഇത്തിരിക്കോണം പോകുന്ന മൂക്കുത്തിയും കൊണ്ട് ഞാൻ എന്റെ കുടുംബത്തോട്ട് കയറി ചെന്ന് അവിടെ ചെല്ലുമ്പോ ഞാൻ ഇനി എന്തോ പറയും? ഞാൻ ഇവിടെ കിടന്ന് ചിലച്ചാലുണ്ടല്ലോ നീ മൂക്കുത്തും. ഈ സൈഡിൽ കുത്തിയാ നിങ്ങളുടെ കാശുണ്ടോ വാങ്ങിച്ചേരാ? അതല്ല, ഒരൊറ്റ എറണാകുളം ഇട്ടെന്ന് കഴിഞ്ഞാൽ നീ ഇവിടെ മൂക്ക് കുത്തി കിടക്കും. അതാ പറഞ്ഞത്. മറുപടി പറയാൻ അറിയാൻ വയ്യാട്ടല്ല, ഒരു ചടങ്ങിന് പോവുക, അതുകൊണ്ടാ ഞാൻ കരയാതെ. ആൾക്കാരൊക്കെ വിചാരിക്കും ഇനിയിപ്പം കരയാതെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ച് നമുക്ക് ആട്ട പിടിച്ചങ്ങ് പോവാം. നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ വഴക്കിടും. അതാ നല്ലത്. വാ അളിയാ താലോലം. താലോലം അളിയാ. അളിയാ താലോലം. നിങ്ങൾ രണ്ടും കൂടെ എങ്ങോട്ട്? ഞാനും എവളും കൂടെ വഴക്കാ? എവിടെ? അനിയത്തിയുടെ വീട്ടിൽ. അവര് തമ്മിൽ വഴക്കാ? നിന്റെ വായി വഴക്കെന്നുള്ള വാക്ക് മാത്രമേ വരുത്തുള്ളൂ. നീ ഇപ്പൊ എന്തായാലും പറഞ്ഞാൽ നീ ഞാനും തമ്മിൽ വഴക്കാവും. നീ എന്തിനാ എന്റെ അടുത്ത് വഴക്കടിക്കുന്നത്? എടേ നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങോട്ട് പോണെന്നല്ലേ ഞാൻ ചോദിച്ചു. എവളുടെ അനിയത്തിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ട്. പട്ടോള നൂല് കെട്ടിയൊക്കെ പറത്തി ഇവിടെ. ചേട്ടൻ വന്നേ. ഒരു കൈവണ്ടി കിട്ടിയിരുന്നെങ്കിൽ അങ്ങ് പോയാ മതിയായിരുന്നു. എവിടെ വായി ഒന്ന് ചാടണ്ടായിരുന്നു. നീ ഇതെവിടെ വലിക്കേറി വരുന്നു ഇപ്പൊ? അറിയാ നീ സംഭവം? ഇല്ല. എടാ പ്രകാശത്തിന്ന് ദുബായ് വന്നടാ. പ്രകാശത്തിന്ന് ദുബായ് വന്ന? പ്രകാശത്തിന്ന് വിളിച്ചു വലിയ വരുന്നു. അയ്യോ, നമ്മളെ ദുബായിന്നേ പ്രകാശം വന്ന്. ഓർമ്മയുണ്ടോ നിനക്ക്? നമ്മളവിടെ പെയിന്റ് പണിക്ക് പോണേ. എടാ അവൻ സാധനം കൊണ്ട് വന്നളിയാ ഒരു ഉഗ്ര സ്കോച്ച് ഈ പോക്കുണ്ട്. ആളിയാ തീ പറക്കും അടിച്ച രണ്ടി ചെവിന്ന് പുക തെറിക്കും. ചേട്ടാ പോവാ. അടിമോളെ, ഒരു പണിയുടെ കേസ്. പണിയോ? അതൊന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടേ. അതെ ചേട്ടാ, സംസാരിച്ചിട്ടോ, ഞാൻ ഇവിടെ നിക്കാം. അല്ല പണി എന്തോ ഉണ്ടെന്ന്. അത് സംസാരിക്കട്ടെ. അല്ല ചേട്ടാ, ഒരു കാര്യം ചെയ്യ്. നാളെ പോണോ പണിക്ക്? ഇല്ല, നാളെ പണിക്ക്. നാളെ പണിക്ക് പറഞ്ഞു ഉറപ്പിക്കണ്ടേ? നീ പോടാ പണി. നീ എന്താ ഏത് പണി? എന്നിട്ട് ബാക്കി പറ. ഏതിന്റെ? എന്നിട്ട് ഗൾഫിന്റെ. എടാ പ്രകാശ സാധനം കൊണ്ടുവന്ന് ഈ സാധനം കൊണ്ട് നേരെ ഞാൻ സുരേഷിന്റെ വീട്ടിലോട്ട് വെച്ച് പിടിച്ച് അവിടെ ചെന്നപ്പോളെ വീട് പൂട്ടിയിട്ടേക്കുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഷാജിയുടെ വീടുണ്ടല്ലോ എന്ന്. നേരെ ഷാജിയെ കാണാൻ വേണ്ടി ഒരു ഒറ്റ ഓട്ടമല്ലേ. അപ്പോഴല്ലേ അളിയാ താലോല നീ ഫ്രണ്ടി വന്ന് നിൽക്കുന്നത്. കൊണ്ടുവന്നത്. ചേട്ടാ വാ പോവാം, ഓട്ടോറിക്ഷ വരൂ. ഇപ്പൊ വാ പോവാം. അല്ല പോവാൻ പറ്റില്ല. നമ്മൾ ഈ പണിയുടെ കാര്യം ഒന്ന് സംസാരിച്ച് ഉറപ്പിച്ചിട്ടേ നീ ഒരു കാര്യം ചെയ്യും. നീ അങ്ങോട്ട് ആട്ട വിളിച്ചു പോ. ഒരു 150 രൂപ ആവത്തേ ഉള്ളു. കൈ വെച്ചു. 50 രൂപ നിന്റെ കൈ ഇരുന്നോട്ടെ. എനിക്ക് അതിൽ അങ്ങനെയല്ല, എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് എല്ലാവരും ചോദിക്കും താലോലൻ എന്തിയെ ചോദിച്ചാൽ ഞാൻ പിന്നെ എന്തോ പറയും. ആണുങ്ങൾ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് പേര്. അതിന്റെ ഇടയ്ക്ക് കയറി നീ ഇങ്ങനെ കിടന്ന് ഗുണഗുണ സംസാരിക്കേണ്ട കാര്യം എന്താ? മര്യാദ വേണ്ടേ? ഒരു പണിയുടെ കാര്യം നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുക അല്ലടാ. ഒരു പണിയുടെ കാര്യം നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നു. ആ സമയത്ത് ചേട്ടാ അവരൊക്കെ പിന്നെ കാണാലോ. ഈ ചടങ്ങ് ഈ കൊച്ച് ഒന്നാമത്തെ കൊച്ചാണോ? അതിന് രണ്ടാമത്തെ കൊച്ചു ഒരു അതിന് ചടങ്ങുണ്ടാവും. അതിന് നമുക്ക് പൊക്കൂടെ? പണി എങ്ങനാന്നോ? പണി ഇന്ന് പോയാ പോയി. നിനക്ക് ഗൾഫിലെ പ്രകാശം വന്ന് നീ കണ്ടിട്ടുണ്ടോ? ഏതാ പ്രകാശൻ? ഏത് പ്രകാശനാടാ? അമ്പലത്തിനോട് താമസിക്കുന്നു. എടി അവന് നാളെ അങ്ങ് പോകും. നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഗൾഫിലുണ്ടോ? ഇല്ല. അപ്പൊ നിനക്ക് എപ്പോ വേണമെങ്കിലും പോയി കാണാം. എവനെ കാണാം. എവനങ്ങ് പോകും. പിന്നെ കാണാൻ പറ്റുമോ? പറഞ്ഞുറപ്പിക്കാം അല്ലേ? നീ പോളിയാ. നമ്മള് പോകുന്നു. നമ്മള് പോയാ പണി നീ പോന്നു. എന്തോ ചേട്ടാ എന്റെ ബിജു ഇങ്ങനെ തന്നെയാ. എന്ത് ചടങ്ങിനാണെങ്കിലും ആ സമയമാകുമ്പോ കാല് മാറും. ഞാനില്ല എന്ന് പറയും. ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് പോകുമ്പോ അവിടെ ഉള്ളവരൊക്കെ എന്തോ വിചാരിക്കും. എവിടെ വീട്ടിൽ എന്ത് ചടങ്ങ് നടന്നുണ്ടല്ലോ ഞാൻ വെറുതെ ഞാൻ നോക്കൂത്തിയാ. അപ്പൊ അളിയന് സ്വന്തം വീട്ടിലും അവിടെ ഒരേ ഡ്യൂട്ടിയാ? അതെ. എടാ എവിടെ വീട്ടിൽ എന്തെങ്കിലും കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ സത്യം പറയാൻ എനിക്കൊരു വിലയില്ല. എവിടെ അനിയത്തിയുടെ കല്യാണം നടന്നപ്പോ അവക്ക് എല്ലാരും കാല് തൊട്ട് വരുന്നു ദക്ഷിണ കൊടുക്കുന്നു. എനിക്ക് തന്നോന്ന് ചോദിച്ചു നോക്ക്. അളിയ അങ്ങോട്ട് പോണേ. നിനക്ക് കയറി പറയണ്ടേ? തരണ്ടേ? ഞാൻ എന്ത് തരാനാ? അല്ല എനിക്കല്ല, അവന് കൊടുക്കണ്ടേ ദക്ഷിണ? അതെന്താന്നറിയോ? ഗോതരളിയാ അങ്ങോട്ട്. നീ എവിടെ പോകുന്നു? നിനക്ക് കയറണ്ടേ? എടി എനിക്ക് ദക്ഷിണ തന്നോ? എന്റെ താലോലം ചേട്ടാ, നിങ്ങൾ അപ്പൊ ബിവറേജിൽ പോയിരിക്കുവല്ലായിരുന്നോ? നീ ഒന്ന് ആലോചിച്ച് നോക്കണം. കല്യാണം ആർക്ക് നടത്താം? ഇവിടെ തന്തേ കല്യാണം നടത്തിയത്. ഈ സമയത്ത് എല്ലാവരും വിളിച്ചു വരുത്തുകയാണ്. ഡ്രൈവർമാരുണ്ട്, പാചകക്കാരുണ്ട്. ഇവർക്കൊക്കെ ഒരു തുള്ളി കൊടുക്കണ വഴിയാ. ഞാൻ എന്റെ സ്വന്തം കയ്യിലെ പോക്കറ്റിലെ പൈസ എടുത്ത് ബിവറേജ് പോയി ക്യൂ നിൽക്കുക. എവത്തിങ്ങളെയൊക്കെ 2 തുള്ളി കൊടുക്കാൻ അത്ര ആത്മാർത്ഥം കാണിക്കുകയാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ കാണിക്കുന്ന ഇവരുടെ വീട്ടുകാർ. ശുചിയല്ല, നിന്റെ അച്ഛൻ പോവോ? നിന്റെ ആങ്ങളമാര് പോവോ? എന്റെ ബിജു നീ പറയുന്ന പോലെ ഒന്നല്ല. എന്റെ അമ്മയ്ക്ക് എന്റെ ഭർത്താവിനെ
എന്തോ ഒരു ഇഷ്ടമെന്നറിയോ? മൂത്ത മരുമോനാ. ഞാൻ പറയാം, ഇങ്ങോട്ട് മാറിയില്ലേ? ഇങ്ങോട്ട് കയറിയിരിക്കുന്നത്. എടി, എവിടെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെല്ലുന്നു. ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് എവിടെ തള്ള പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു 500 രൂപ കാശ് എടുത്തിട്ട് പോകെല്ലാം കുത്തിക്കയറ്റും. എന്തിനാ അത്? ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കും? എനിക്ക് വണ്ടിക്കൂലിക്ക് പാങ്ങില്ലാത്തവനോ അന്ന് വിചാരിക്കത്തില്ലേ? എന്നെ കൊച്ചാക്കാൻ, എന്നെ കുറച്ച് കാണാനാ. അവഗണനയല്ലേ അളിയാ ഇത്? അണവണയല്ല, അരവണയല്ലടാ, അവഗണന. അതിനു വേണ്ടിയല്ലേ ഈ പൈസ കുത്തിവെച്ച് വരുന്നത്? ആണോ? അല്ലേ ചോദിച്ചു. എന്റെ ബിജു, അതല്ല സംഭവം. ഞാൻ പറയാം. ഞാനും എന്റെ ഏട്ടനും കൂടെ എന്റെ വീട്ടിൽ പോയി. ആ സമയത്ത് അമ്മ തൊഴിലുറപ്പിന് പോയിരിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നാ നമുക്ക് ഇറങ്ങാം, കുട്ടികളെ അവിടെ ആക്കിയിട്ടല്ലേ വന്നേ. അപ്പൊ പുള്ളി ഇറങ്ങത്തില്ല, പുറത്തിങ്ങനെ നിൽക്കുക. ഞാൻ എന്താ പുറത്ത് നിൽക്കുന്നത്, വാ പോവാം. അപ്പൊ എടി എന്റെ ഒരു ചെരുപ്പ് കാണുന്നില്ല. ഞാൻ അവിടെ തെരഞ്ഞു മടുത്ത്. അപ്പൊ എന്നോട് പറഞ്ഞു, എടി അമ്മയെ വിളിക്കേ, അമ്മയെ വിളിച്ചിട്ട് ചോദിക്കേ എന്ന് പറഞ്ഞു. അമ്മ പാവ ആ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞ് പാവ ഓടിപ്പിടിച്ച് വന്നിട്ട് പുള്ളിയുടെ കയ്യിൽ കണ്ട ഉടനെ ഒരു 500 രൂപ അങ്ങ് പോക്കറ്റിൽ വെച്ചു കൊടുത്തു. അപ്പണ്ട് ഇങ്ങേര് ചാക്കിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച ചെരുപ്പ് എടുത്തോണ്ട് വരുന്നു. ഈ 500 കിട്ടാനാണോ അപ്പൊ അങ്ങേര് ആ ചെരുപ്പ് അവിടെ ഒളിപ്പിച്ചു വെച്ചത്? അല്ലേ? എന്റെ കുറ്റമല്ല, അവര് ശീലിപ്പിച്ച് കളഞ്ഞു. നീ ഇങ്ങനെ ആയിപ്പോയല്ലടാ. എടാ എനിക്ക് കൊണ്ടാ ഭാര്യയും ഭാര്യയുടെ അമ്മയൊക്കെ. ഞാൻ അവരുടെ വീട്ടിൽ പോകാറുണ്ടല്ലോ. അപ്പൊ നിനക്കും കിട്ടുന്നുണ്ട് 500. 1000 രൂപ. അമ്മയ്ക്ക് കോർപ്പറേഷനിൽ ജോലി. പിന്നെ നിന്നെ പോലെ വീട്ടില് ഭാര്യ വീട്ടിൽ ചെന്ന് ഇങ്ങനെ 500 താന്ന് പറഞ്ഞോണ്ട് ഞാൻ നിൽക്കൂല. കറക്റ്റ് 1-ാം തീയതി ആകുമ്പോ നേരെ കോർപ്പറേഷൻ ചെല്ലും, പൈസ വാങ്ങിയും തിരിച്ച് വീട്ടിൽ വരും. വാ ചേട്ടാ, പോവാൻ ചേട്ടാ, 8:30 മണി കഴിഞ്ഞു. വാ. എടി മോളെ, നിന്നോട് ഞാൻ എത്ര നേരം കൊണ്ട് പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ല്. ഞാൻ അങ്ങ് വരും. വരുവോ? വരും. എടി പണി ഒരു അരമണിക്കൂർ ഇടുന്നല്ലേ? അല്ല, ഒരു 10-20 മിനിറ്റ്. 20 മിനിറ്റ് വരണേ? വരാം. മക്കൾ അങ്ങോട്ട് പോകും. മറക്കരുത്, അവിടെ ചെന്നിരുന്ന് വർത്താനം പറയരുത്. ഇല്ല, വേണ്ട, എനിക്ക് ഇതൊന്ന് ആദ്യം വളരട്ടെ. ഒത്തില്ല. ഏത് പണിയുടെ കാര്യമാടാ കുറെ നേരം കൊണ്ട് പറഞ്ഞു? പോങ്ങാ ഞാൻ അവളെ എങ്ങനെങ്കിലും പറഞ്ഞു വിടാൻ പറ്റുന്ന പാടുപോ. നീ പറഞ്ഞു ഏത് പണി? എനിക്ക് മനസ്സിലായില്ലേ? അത് പോട്ടെ. എവിടെ കൊച്ച്? ഇവനെ കൊണ്ട് തോറ്റ്. പൊന്നെ, നീ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? കൂറ സാധനങ്ങളല്ലേ. ഗ്ലാസ്. ഇത് വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മുന്തിയ ഇനം ഒരു മദ്യം. 10-12 വർഷക്കാലം ഇത് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ട് അതിനെ പുറത്തെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് സേവിക്കാവുന്നു. ഇതിവിടെ പറയേണ്ട കാര്യം എന്താ? ഇതിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ഗ്ലാസ് എടുക്കാനല്ല. ഗ്ലാസ് എവിടെ? ഗ്ലാസ് ഇല്ല. ഗ്ലാസ് ഇല്ലേ? ഗ്ലാസ് ഇല്ല. പിന്നെ എങ്ങനെ കുടിക്കും? കുഴപ്പമില്ല, എങ്ങനെങ്കിലും പൊട്ടിച്ച് കുടിക്കാം. നീ എന്താണ് പറയണത്? സംഭവം ഞാൻ സാധനം ഇല്ലേ? ഇല്ല, സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സ്കോച്ച് ഉണ്ടെന്ന് പറഞ്ഞു. എടാ, സ്കോച്ച് കൊണ്ടുവന്നല്ലടാ കിഴങ്ങ ഞാൻ പറഞ്ഞത്. എടാ, ഇതിനകത്ത് സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ. സാധനം എവിടെ? സാധനം ഇല്ല, ഞങ്ങൾ മെനഞ്ഞാന്നിരുന്ന് അടിച്ച്. എടാ പ്രകാശ സാധനം കൊണ്ടുവന്നപ്പോഴേ ഞങ്ങൾ 3 പേര് വളഞ്ഞിരുന്ന് അങ്ങനെ അടിച്ചങ്ങ്. സുരേഷിന്റെ വീട്ടിൽ സ്കോച്ച് കൊണ്ട് പോയെന്ന് പറഞ്ഞോടാ. എടാ ആളിയ, നമ്മൾ OP സൽസ ജവാനല്ലാതെ കൂടി ഏതെങ്കിലും സാമാനം അടിച്ചിട്ടുണ്ടാ? ഇല്ലല്ല. അപ്പൊ നമ്മൾ സ്കോച്ച് അടിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുവോ? ഇല്ല. അത് ആരെടുത്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്തോ ചെളിപ്പാണ്. അതുകൊണ്ട് നേരെ സുരേഷിന്റെ വീട്ടിൽ കാലിക്കുപ്പിയും കൊണ്ടുപോയി. അവിടെ ചെന്ന് പറയാൻ ചെന്നപ്പോൾ വീട് പൂട്ടിയിട്ടേക്കണ്ട. അവിടെ നിന്നുണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഷാജിയുടെ അടുത്ത് പറഞ്ഞാലോ എന്ന്. ഷാജിയുടെ അടുത്ത് പറയാൻ വേണ്ടി ഓടിക്കൊണ്ട് വന്നപ്പോ അല്ലേ താലോല നീ നിൽക്കുന്നത്. അങ്ങനെ നിന്റെ അടുത്ത് പറഞ്ഞു. അല്ലാതെ ഇതിനകത്ത് സ്കോച്ച് ഇല്ല. എവിടെ ഇരിക്കുന്നത്? ഒരു തുള്ളി പോലും ഇല്ലടാ ഇതിനകത്ത്. പഠിച്ച് നക്കി കുടിച്ചു വെച്ചേക്കണല്ലോ. എന്താടെ ഒരു തുള്ളിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ? കണ്ട ഭാവം തണ്ടിക്ക് താലോലം